കൊല്ലം പൂരത്തോടനുബന്ധിച്ച് നടന്ന കുടമാറ്റത്തിൽ RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉൾപ്പെടുത്തിയത് വിവാദത്തിൽ. പുതിയകാവ് ക്ഷേത്രം ഉയർത്തിയ കുടമാറ്റത്തിൽ നവോത്ഥാന നായകർക്കൊപ്പമാണ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയത്. സംഭവത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റിപ്പോർട്ട് തേടി. കൊല്ലം ആശ്രമം മേജർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രോത്സവത്തിന്റെ സമാപന ദിവസമാണ് കൊല്ലം പൂരം അരങ്ങേറുന്നത്. താമരക്കുളം ഗണപതി ക്ഷേത്രവും പുതിയകാവ് ദേവീക്ഷേത്രവും രണ്ടു വശങ്ങളിലായി അണിനിരന്നാണ് കുടമാറ്റം നടത്തുന്നത്. പുതിയകാവ് ക്ഷേത്രം നടത്തിയ കുടമാറ്റത്തിലാണ് പുതിയ വിവാദം. BR അംബേദ്കർ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു തുടങ്ങിയവരുടെ ചിത്രങ്ങൾക്കൊപ്പം ഉയർത്തിയ കുടകളിലാണ് RSS സ്ഥാപകൻ ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയത്. സംഭവം വിവാദമായതോടെ യൂത്ത് കോൺഗ്രസും DYFIയും പരാതിയുമായി രംഗത്തെത്തി. ഇതിനെതിരെ അടിയന്തരമായ പോലീസ് അന്വേഷിച്ച് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കമ്മീഷണർക്കും വിജിലൻസ് SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. ഒരു ഉത്സവത്തിന് നേരെ വർഗീയതയുടെ വിഷം തുളുമ്പുന്ന ഒരു വ്യക്തിയുടെ ചിത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് വർഗീയ കലാപങ്ങൾക്ക് ആഹ്വാനം നൽകുന്ന വിധത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരുവാനുള്ള ഒരു പരിശ്രമം നടന്നത് ദൗർഭാഗ്യകരമാണ്. അതേസമയം സംഭവത്തിൽ യാതൊരു പങ്കുമില്ലെന്നാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഉപദേശ സമിതിയുടെ വിശദീകരണം. പുതിയകാവ്, താമരക്കുളം എന്നീ ക്ഷേത്രങ്ങൾ രഹസ്യ സ്വഭാവത്തോടെയാണ് കുടകൾ തയ്യാറാക്കുന്നത്. ഉയർത്തുമ്പോൾ മാത്രമാണ് ഏത് ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയതെന്ന് വ്യക്തമാകുകയെന്നും ഭരണസമിതി ഭാരവാഹികൾ പറഞ്ഞു. ഓരോ വിഭാഗം മാറി വരുമ്പോഴേ നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോയെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അഡ്വൈസറി കമ്മിറ്റിക്കോ കൊല്ലം പൂരം കമ്മിറ്റിക്കോ ഇതിനെക്കുറിച്ച് അറിയില്ല. അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് കിട്ടിയാലുടൻ നടപടി ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർ പറഞ്ഞു. വിശ്വാസപരമായ ഇത്തരം ആഘോഷങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ നിറം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് സംഘാടകരാണ്. എന്തുതന്നെയായാലും കൊല്ലം പൂരവും കോടതി കയറും എന്ന് ഉറപ്പാണ്. ക്യാമറമാൻ ഷനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.